ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവത്തോടനുബന്ധിച്ച് ശനിയാഴ്ച നടന്ന നന്ദഗോവിന്ദം ഭജൻസ് ഭക്തജന പങ്കാളിത്തം കൊണ്ടും ആലാപന മികവ് കൊണ്ടും ശ്രദ്ധേയമായി. ഗുജറാത്തിൽ ആദ്യമായി അരങ്ങേറിയ നന്ദഗോവിന്ദം സംഘത്തിന്റെ ഭജനസന്ധിയിൽ പങ്കെടുക്കാൻ വഡോദര നിവാസികൾക്ക് പുറമെ ഗുജറാത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി 2500ഓളം ആളുകൾ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തി. ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ മോഹൻ നായർ, സെക്രട്ടറി ശ്രീ ശൈലേഷ് നായർ, ശ്രീ നവീൻ നന്ദഗോവിന്ദം എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഭജനസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബറോഡ കേരള സമാജം ശിങ്കാരിമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടിയാണ് ഭജന സംഘത്തെ എതിരേറ്റത്. പരിപാടിക്ക് മുന്നോടിയായി ക്ഷേത്ര ദർശനം നടത്തിയ ഭജന സംഘം 30 വർഷമായി നിലനിൽക്കുന്ന സാമ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെയും അവിടുത്തെ ആത്മീയ അന്തരീക്ഷത്തെയും മുക്തകണ്ഠം പ്രശംസിച്ചു. മലയാളം കീർത്തനങ്ങൾക്ക് പുറമെ ഹിന്ദി, മറാത്തി ഭാഷകളിലുള്ള ഭജനകൾ സംഘം ആലപിച്ചത് പരിപാടിക്ക് എത്തിയ തദ്ദേശീയരായ ആളുകൾക്കും വേറിട്ട അനുഭവമായി. ഭാഷാഭേദമേന്യേ തദ്ദേശീയരായ ആളുകളെ കൂടി ഭക്തിലഹരിയിൽ ആറാടിക്കാൻ ഈ ഗാനങ്ങളിലൂടെ നന്ദഗോവിന്ദം സംഘത്തിന് സാധിച്ചു. പരമ്പരാഗത ശൈലിയിലുള്ള ഭജനയും താളമേളങ്ങളും ഒത്തുചേർന്നപ്പോൾ കൂടി നിന്ന ഭക്തസഹസ്രങ്ങൾക്കും അത് നവ്യാനുഭവമായി മാറി. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ വൈകിട്ട് 8:30 ആരംഭിച്ച പരിപാടി രാത്രി വൈകുവോളം നീണ്ടുനിന്നു. തുടർന്ന് അന്നദാനവും നടന്നു. ഉത്സവ ദിനങ്ങളിലെ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിലൊന്നായി ഇത് മാറി. ഡിസംബർ 25-നാണ് ക്ഷേത്രോത്സവം സമാപിക്കുന്നത്. GNM തത്സമയം സംപ്രേഷണം ചെയ്ത് ഈ പരിപാടിയുടെ ദൃശ്യങ്ങൾ ഏകദേശം 50,000-ഓളം ആളുകളാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഗുജറാത്തിലുള്ള ബറോഡയിലാണുള്ളത്. ബറോഡ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ ഒരു സദസ്സ് ഉണ്ടായിരുന്നു. പരിപാടി എനർജറ്റിക്കായിട്ട് ആണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നിറഞ്ഞൊരു സദസ്സായിരുന്നു. കൂടാതെ ഇവിടുത്തെ ആൾക്കാർ ഭജനയെ എത്ര സ്നേഹിക്കുന്നു മനസ്സിലാക്കി. നല്ലൊരു റെസ്പോൺസ് കാരണം നല്ലൊരു പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞു. ഈശ്വരാനുഗ്രഹത്താൽ ആശംസകൾ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ.